നെല്ലിശ്ശേരി വീടിന് ഇതൊരു തീരാ നഷ്ടം തന്നെയാ. അത് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാവില്ല. അച്ചു ചേച്ചിയുടെ വില എന്തായിരുന്നു ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തു പോയേ. അച്ഛൻ്റെ മനസ്സെന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് അച്ഛനോട് ഒരു പരിഭവവും. നിങ്ങളൊന്ന് പുറത്ത് നിൽക്ക്. അച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് വേണ്ടി ഇനി ആരും അച്ഛനോട് സംസാരിക്കണ്ട. എന്റെ ഈ തീരുമാനത്തിൽ അച്ഛനൊരു പങ്കുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. എടുത്തേം പോയിക്കോ. ഞാൻ അച്ഛനോട് രഹസ്യമൊന്നും പറയാൻ പോകുന്നില്ല. ഓ, ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് ഒരു ടാബ്ലറ്റ് കൂടി കഴിക്കാനില്ല അച്ഛാ. ഞാൻ അതും കൂടി എടുത്തുതരാം. ദാ. ഞാനിന്ന് ഇറങ്ങട്ടെ അച്ഛാ. വേണ്ട അച്ഛാ. അവരൊക്കെ പറഞ്ഞത് കേട്ട് അച്ഛനൊരു തീരുമാനം മാറ്റണ്ട. ഈ മാറ്റം എനിക്കും ഇപ്പം അത്യാവശ്യം തന്നെയാ. അത് പിന്നെ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുമ്പോ ഞങ്ങളുടെ കല്യാണത്തിന്റെ സാരിയൊക്കെ ഉടുത്ത് അച്ഛന്റെ കാലിന് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പോണമെന്നാ ഞാൻ മനസ്സിൽ കരുതിയത്. ദൗർഭാഗ്യം കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. അനുഗ്രഹിക്കണം. എന്നെ ശപിക്കരുത്.